ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്ന ആളാണ് ഇപ്പോൾ ഈ ഇരിക്കണം കേട്ടോ, ഇരുന്നുറങ്ങണത്. രാവിലെ എണീച്ച് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് വലിച്ച് എണീപ്പിച്ചിട്ട് ഇപ്പോൾ മഴയായ കാരണം കുറച്ച് നേരം വൈകി എണീക്കൽ കേട്ടോ. അത് കാരണം നമ്മൾ എത്ര വിളിച്ചുണർത്തിയാലും എണീക്കൂല, പിന്നെ മുറ്റത്ത് ഇറങ്ങൂല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായത് കാരണം കുറച്ച് ദിവസം ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചു കൊടുത്തു. അത് കാരണം ഇപ്പോൾ എണീക്കണേ ഇല്ല. ഇപ്പം ഇങ്ങനെയാണ്, ഫുൾ ടൈം ഉറക്കാം കേട്ടോ. പിന്നെന്താ, നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്, മാഷാ അല്ലാഹ്. നല്ല പൂമ്പാറ്റകളും തുമ്പികളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്, അലക്കി ഉണക്കാനൊക്കെ നല്ല സുഖമായിപ്പോൾ. മെസ്സി ഉണ്ടോ? മെസ്സി ആളുടെ മെസ്സിൻ്റെ ടീഷർട്ടൊക്കെ എടുത്തിട്ടിരിക്കണം കുട്ടി അല്ലേ? മെസ്സി ഏതാണ് പിന്നെ? ഇന്നലെ രാത്രി പറയണം, പാപ്പ പറയുന്നുണ്ട് ഇന്നലെ രാത്രി എന്ത് പറഞ്ഞോ? ഇതേതാ ടീഷർട്ടോ? അപ്പൊ ഞാൻ വന്നു, പാപ്പാന്റെ ഡ്രസ്സ് വന്നു പറഞ്ഞോ? ഞാൻ പോയിക്കോന്നു. എന്നാ ഞാൻ വെറുത്തൊന്നും നിൽക്കൂല, ദൂരത്ത് പോകും. അങ്ങനെ പറഞ്ഞോ? ഇത് നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മളെ പരിസരത്ത് ഭയങ്കര ചൂട്, എന്നും നല്ല തണുപ്പായിരുന്നു. ഇന്നലെ ഇന്നുമായിട്ട് നല്ല വെയിലുണ്ട്, മഴയൊന്നുമില്ല, നല്ല ചൂടാട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഉണക്കാനൊക്കെ പറ്റി. ഇതുണ്ടോ? ചുരിദാർ മാക്സി, മെസ്സിൻ്റെ ടീഷർട്ട് മാക്സി ആയിരുന്നു. ലാമിതാ മെസ്സിൻ്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് വേറെ ഏതൊക്കെ ഒരു ഡ്രസ്സൊക്കെ കയറ്റിയപ്പം മുറ്റത്തൊന്നും ഇറങ്ങിയിട്ടോ. കുറേ കാലത്തിന് ശേഷം ഒന്ന് മുറ്റത്ത് ഇറങ്ങാൻ. മറ്റത് മഴയായ കാരണേ പുറത്തേ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏമി ഉണ്ടായിരുന്ന സമയത്ത് രണ്ടാളും കൂടി ആരും കാണാതെ മഴയത്ത് കൂടെ ഇറങ്ങി പാഞ്ഞിരുന്നു കേട്ടോ. ഭയങ്കര ഓട്ടമായിരുന്നു. ഇപ്പോൾ ഏതായാലും ഒന്ന് ഇറങ്ങാൻ പറ്റിയതായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഒന്നും മഴ പെയ്തിട്ടില്ല. രാത്രിയിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. വെള്ളമൊക്കെ എന്തായാലും ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണങ്ങി വരണുള്ളൂ. പക്ഷേ കുറച്ച് അരമണിക്കൂർ വെയിലറച്ചാൽ മതി. തമ്പുരാനെ, ഒരാഴ്ച മഴ പെയ്തതിനുള്ള അരമണിക്കൂറിൻ്റെ വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവും. അമ്മാതിരി വെയിലാണ് കേട്ടോ. എടി വെയിലത്ത് മാറിക്കു പോലെ, അങ്ങോട്ട് മാറിക്കൂ, വെയിലുള്ളാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. ഞാനിപ്പോൾ ഷോർട്സാണ് കൂടുതലും ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഷോർട്സൊക്കെ കാണണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. നല്ല സ്നേഹത്തോടെ പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ ഒരുപാട് നല്ല സഹോദരങ്ങൾ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒരുപാട് എൻ്റെ കൂടപ്പിറപ്പങ്ങളായിട്ട് തന്നെ ഞാൻ കാണുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.